വർഗീയ ശക്തികൾ, മറ്റ് പിന്തിരിപ്പ് ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സഖാവ് കുഞ്ഞനന്തനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. നീതി ലഭിക്കാതെ നാടിനു വേണ്ടി പ്രവർത്തിച്ചൊരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു. നീതിപീഠത്തിന്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി. പക്ഷേ ശക്തമായ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ പീഠത്തിൻ്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്തനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. ദീർഘകാലത്തെ ജയിൽ ജീവിതത്തിനിടയിൽ മാരകമായ രോഗം പിടിപെട്ടു. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് നൽകേണ്ട നീതി നൽകാതെ രോഗിയായ ഒരാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാതെ യാതനയും വേദനയും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ജയിലിനകത്ത് രോഗിയായി നിത്യരോഗിയായി സഖാവ് കുഞ്ഞനന്തൻ 2020 ജൂൺ 11 നമ്മെ വിട്ടുപിരിഞ്ഞു. ജീവിതാവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പോരാടി ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ച ഉത്തമനായ ആ വിപ്ലവകാരിയെ ഇന്ന് നമ്മൾ അഭിമാനപുരസ്സരം സ്മരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.